ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നാവ് തട്ടുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഉത്തേജനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നാവ് കൊണ്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഊഹിക്കാൻ കഴിയുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും ഓറലായിട്ട് ലൈംഗികത ആസ്വദിക്കാറുണ്ട് അല്ലേ? അത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ചധികം ആളെങ്കിലും അത് ആസ്വദിക്കുന്നവരാണ്. പലപ്പോഴും സ്ത്രീകളെ ബാഹ്യ കേളികൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നതാണ് അവർക്ക് പെട്ടെന്ന് ഉത്തേജനം ലഭിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത്. അതിൽ പെടുന്നവയാണ് നാവ് കൊണ്ട് അവരുടെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരുടെ മുലഞ്ഞെട്ടുകളിൽ നാവ് കൊണ്ട് ചെറുതായിട്ട് വട്ടത്തിൽ ഇങ്ങനെ തലോടുന്ന രീതിയിൽ നാവ് കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് നല്ലതുപോലെ തന്നെ ഉത്തേജനം ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അവരുടെ കഴുത്തുകളിൽ ചെറുതായിട്ട് ചുംബിക്കുന്നത്. അതുപോലെ അവരുടെ പൊക്കിൾ കുഴിയിൽ നാവ് കൊണ്ട് നല്ലതുപോലെ നക്കി കൊടുക്കുന്നത് അവർക്ക് വളരെ പെട്ടെന്ന് ഉത്തേജനം ഉണ്ടാവുകയും പെട്ടെന്ന് ഒരിക്കൽ സുഖം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ പൊക്കിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴോട്ട് യോനി ഭാഗത്ത് വന്ന് അവരുടെ കന്നുകളിൽ നാവ് കൊണ്ട് നല്ലതുപോലെ ഉരസുന്നത് സ്ത്രീകൾക്ക് നല്ല സുഖം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഈ സമയം നോക്കി വേണം പുരുഷന്മാർ ഉള്ളിലേക്ക് ലിംഗപ്രവേശനം നടത്താനായിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ രണ്ട് പങ്കാളികൾക്കും ഒരേ സമയത്ത് വെള്ളം പോകാനായിട്ട് ഇത് ഉപകരിക്കും. അപ്പോൾ നാവ് കൊണ്ട് ഈ കന്നുകളിലൊക്കെ ഉരസുന്ന സമയത്തുണ്ടല്ലോ, അവർക്ക് അവിടെ ഒരു ചൂട് അനുഭവപ്പെടും. ആ ചൂട് ഒരു വല്ലാത്ത സുഖമാണ്. ആ സുഖം എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമാണ്. എല്ലാ സ്ത്രീകളും കന്നിൽ നാവിട്ട് നക്കുകയോ അല്ലെങ്കിൽ അവിടെ ലിംഗം കൊണ്ട് ഉരസുകയോ ചെയ്യുന്നത് അവരുടെ സുഖം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലിംഗം കൊണ്ട് അവിടെ ഉരസുന്നതും അവർക്ക് ഏറ്റവും ആനന്ദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നാവ് ചെവിക്കുള്ളിൽ ചെറുതായിട്ട് ഇട്ടിട്ട് നിക്കലിപ്പെടുത്തുന്നത്. അതും സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഒരിക്കലും സുഖം അവർക്കുണ്ടാവുകയും അത് വല്ലാത്തൊരു തരം സുഖത്തിലേക്ക് പോയി പിന്നീട് വളരെ പെട്ടെന്ന് ഉത്തേജനത്തിലെത്തിക്കുന്നതിനും സഹായിക്കും. അപ്പോൾ തീർച്ചയായും നാവിട്ട് ചലിപ്പിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെയധികം ഉപകരിക്കും നിങ്ങൾക്ക്.